കുറേ കാലങ്ങളായി അധികം ഉപയോഗിക്കാത്തൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചൊന്ന് തീരെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇന്ന് വെറുതെ അതൊന്ന് തുറന്നു നോക്കി, അതിലെ ചർച്ചകൾ, കോണ്ടൻറ്റുകൾ ഒക്കെ വെറുതെ ഒന്ന് വായിച്ചു നോക്കി. പല ചർച്ചകളും യൂസ്ലെസ് ആണ് എന്നുള്ളതാണ്. ഒരു കാര്യമില്ലാത്ത അൺഹെൽത്തി ആയിട്ടുള്ള കുറേ കണ്ടൻറ്റുകൾ, പ്രത്യേകിച്ച് ഒരു ഉപകാരവും ആർക്കും ഇല്ലാത്ത കുറേ ചർച്ചകൾ, പലരും അഗ്രസീവായിട്ടൊക്കെയാണ് എന്താ പറയുക കമൻറ്റിലൊക്കെ വന്ന് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൻ്റെ ഒരു ഭാഗമാവുന്ന അല്ലെങ്കിൽ ഭാഗമായൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകും. അപ്പം നമ്മളവിടെ എത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകൾ കൊണ്ടുവരുന്നു എന്നുള്ളതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മൾ വളരെ അഗ്രസീവായിട്ടൊക്കെ അൺഹെൽത്തി ആയിട്ടൊക്കെ അതിൽ ബിഹേവ് ചെയ്യുമ്പം നമ്മൾ വിചാരിക്കുന്നത് അത് ആരെയും ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പുറത്തിരിക്കുന്ന നമ്മൾ ആരെയാണോ വിമർശിക്കുന്നത് അവരെ മാത്രമല്ല, അത് വായിക്കുന്നവരെ പോലും മോശമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം പലപ്പോഴും നമ്മളൊരു ചർച്ചയൊക്കെ സോഷ്യൽ മീഡിയകളിൽ നടത്തുമ്പോൾ കുറേ കൂടി അതിനെ യൂസ്ഫുള്ളായി കൊണ്ടുവരിക എന്നുള്ളതാണ്. ജോപ്പൻ്റെ ഒരു വീഡിയോയിൽ കണ്ടൊരു വാചകമുണ്ട്. അദ്ദേഹം മെറ്റയുടെ ഓഫീസിൽ പോയപ്പം അവരവിടെ അനലൈസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്ന ഇമോജി ആംഗ്രിയാണ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഇത്രത്തോളം ആംഗ്രി അല്ലെങ്കിൽ അഗ്രസീവ്നെസ് അല്ലെങ്കിൽ വെറുപ്പ് എന്നതിനെ സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം കുറേ കൂടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് കുറേ കൂടി ഉപകാരമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കൊണ്ടുവരുന്ന കണ്ടൻറ്റുകളിലേക്ക് കൂടുതൽ ചർച്ച നടത്തുകയും എന്നാൽ നമ്മൾ വിമർശിക്കപ്പെടേണ്ട അല്ലെങ്കിൽ തിരുത്തേണ്ടത് അതിൻ്റേതായ രീതിയിൽ സംസാരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അപ്പം താങ്ക് യു സോ മച്ച്. കീപ് സ്മൈലിംഗ് ബൈ ഹാർട്ട്, നോട്ട് ഓൺലി ബൈ ലിപ്സ്.